വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ക്യാബേജ് കൊണ്ട് ഒരു പക്കോട എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. ഞാനിവിടെ ക്യാബേജ് ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ക്യാബേജ് ആണ്. അത് നല്ല നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. നമ്മൾ സാധാരണ സവോളയൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞെടുത്തത് ക്യാബേജ് ആണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കടലമാവ്, നമുക്ക് ഈ പക്കോട ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ചേർത്തിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണൊന്നും ഉപയോഗിക്കാതെ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കേണ്ട ആവശ്യം ഒട്ടുമില്ല. കാരണം ഈ ക്യാബേജിലും അതേപോലെ തന്നെ സവോളയിലും നന്നായിട്ട് തന്നെ ജലാംശമുണ്ട്. അപ്പൊ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ അത് കാരണമാണ് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ നമ്മൾ തിരുമ്മി പിടിപ്പിക്കുമ്പോൾ ഈ ക്യാബേജിൽ നിന്നും സവോളയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് നമുക്ക് ബൈൻഡ് ആയിട്ട് കിട്ടും. നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പം നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ പറ്റും, പക്ഷെ ഒരുപാട് സമയം നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് നമ്മുടെ പണി എളുപ്പത്തിൽ കഴിയും. നമ്മൾ മിക്സ് ചെയ്ത് വരുംതോറും നമുക്ക് അതിലെ വെള്ളാംശം ഇറങ്ങി വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ മാവൊക്കെ ഒന്ന് നനഞ്ഞ് ഒന്ന് മിക്സായി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആദ്യം ക്യാബേജ് ഇട്ടപ്പോൾ ഈ ബൗളിന്റെ ഒരു പകുതിയിലും കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ അത് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബൗളിന്റെ 1/4 ഭാഗം പോലും ഇല്ല, അത്രയും കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സ്പൂൺ പോലും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കിനി കടലമാവ് കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ. നമ്മൾ എടുക്കുന്ന സവോളയിലെയും ക്യാബേജിലൊക്കെ ജലാംശമൊക്കെ അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാണ്. അത് ഓപ്ഷണൽ ആണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ ബേക്കിംഗ് സോഡ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കോട നന്നായിട്ട് വീർത്ത് വരും. ഒപ്പം തന്നെ അതിന്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അപ്പൊ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ചിലർക്ക് ബേക്കിംഗ് സോഡ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പിടിക്കില്ല, അങ്ങനെയുള്ളവർ ചേർക്കണമെന്നില്ല കേട്ടോ. ഇനി അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പരുവം, ആ ഒരു പരുവം വരെ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ലൂസും അല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടത് വറുത്തെടുക്കാം. ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തിട്ടാണ് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത്. ഒന്നുകിൽ നമുക്ക് കൈകൊണ്ട് കുറച്ച് വീതം ഇട്ട് വറുത്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് വീതം കോരിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അതും ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് മറുവശം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ ക്യാബേജും അതേപോലെ തന്നെ സവോളയും നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്. മാത്രമല്ല അതിനകത്ത് കടലമാവും എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പൊ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. 2 വശവും നന്നായിട്ട് വെന്ത്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് മുരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പക്കോട കൂടി വറുത്തെടുക്കാം. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചൂട് ചായയുടെ കൂടെ ഈ ഒരു പക്കോട ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും.
വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.